ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തെരുവുനായ ശല്യത്തിനെതിരെ യുവജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒപ്പുശേഖരണ ക്യാമ്പയിന് തുടക്കമായി. യുവജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി സമർപ്പിക്കുന്നതിനായുള്ള ഒപ്പുശേഖരണ ക്യാമ്പയിന് തുടക്കമായി. യുവജന സമിതി സ്ഥാപകനും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ AM ഷെരീഫ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളുടെ ജീവനും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിപാടിയിൽ യുവജന സമിതി പ്രസിഡന്റ് KP ശൈലൻ, സെക്രട്ടറി ഷിബിൻ തോമസ്, ട്രഷറർ സിജി സോമൻ, യുവജന സമിതി മുതിർന്ന അംഗം CS രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രദേശവാസികൾ, ശ്രീ ശാസ്ത ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അരുൺകുമാർ തുടങ്ങിയവർ ക്യാമ്പയിനിൽ പങ്കെടുത്ത് ഒപ്പുകൾ രേഖപ്പെടുത്തി പിന്തുണ അറിയിച്ചു. പക്ഷേ അത് കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അത് പേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അതിൻ്റെ മരുന്നിനുള്ള വിലയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത നിലയാണുള്ളത്. നമ്മളിപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും തെരുവ് നായകളുടെ ശല്യം രൂക്ഷമാണ്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന തെരുവ് നായകളെ കോർപ്പറേഷൻ അധികാരികൾ അവരാണതിനെ നിയന്ത്രിക്കേണ്ടത്. കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള എല്ലാ പദ്ധതികളും നടപ്പാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് അവർ മാറിയിരിക്കുക. കാരണം വന്നിട്ടുള്ള സർക്കാർ പദ്ധതി വിഹിതത്തിനുള്ള ഫണ്ട് വല്ലാതെ വെട്ടിച്ചുരുക്കി ആദ്യ ഗഡു എന്ന നിലയിൽ മാർച്ച് മാസം കൊടുക്കേണ്ടതും ഏപ്രിൽ മാസം ആരംഭിക്കേണ്ടതുമായ നിരവധിയായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ ആകെ മുടങ്ങിക്കിടക്കുകയാണ്. ആശുപത്രികളായാലും കൃഷി ഓഫീസായാലും വില്ലേജ് ഓഫീസായാലും എല്ലാം നിയന്ത്രിക്കപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രിക്കപ്പെടുന്ന സ്ഥാപനങ്ങളെല്ലാം വലിയ കെടുതിയെ നേരിടുകയാണ് ഈ സമീപഭാഗത്ത്. അതുപോലെ തെരുവുനായ ശല്യത്തിനും പല വിധത്തിലുള്ള പരാതികൾ ഇവിടെ നിന്ന് മാത്രമല്ല കോർപ്പറേഷൻ്റെ വിവിധ ഡിവിഷനുകളിൽ നിന്നും പരാതി ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഒരു ശരിയായ പരിഹാരം നായ്ക്കളെ പിടിച്ച് കൊണ്ടുപോവുക എന്നുള്ള ശരിയായ പരിഹാരം ചെയ്യാതെ ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന വിധത്തിൽ വലിയ തോതിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു. ഇത് നമുക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നതാണ്, നമ്മൾ പല കാര്യങ്ങൾക്ക് വഴിയിലിറങ്ങുന്നവരാണ്. അപ്പോൾ നിരവധി പേരെ തെരുവുനായ ആക്രമിച്ച പടം ഉൾപ്പെടെയുള്ള വാർത്തകളാണ് പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നയിക്കാൻ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ ഇവർ തയ്യാറായത് തന്നെ വളരെ പ്രശംസനീയമാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിലെ ഈ പ്രദേശവാസികളായ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഇതിനുണ്ടാകണം. ഇത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റ് കാര്യങ്ങൾക്കെല്ലാം അതീതമായി ഒരു ജനോപകാരപ്രദമായ ജനകീയമായ വിഷയങ്ങളിൽ ഇടപെടുകയാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ കാണണം, ഇവരുമായി സഹകരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തെരുവുനായ ശല്യത്തിനെതിരായിട്ടുള്ള യുവജന സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഒപ്പുശേഖരണം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി. അടുത്തതായിട്ട് ഇതിനെതിരെ സംസാരിക്കാൻ CS മനുഷ്യനായിട്ട് ഏറ്റവും ഇണങ്ങുന്നൊരു മൃഗമാണ് പട്ടി. ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ പിന്നെ ജീവിതാന്ത്യം വരെ നമ്മുടെ പുറകെ നിന്ന് മാറാത്തവരും സ്വഭാവമുള്ള പട്ടി. അപ്പോൾ പട്ടികളെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ റോഡ് ഇടവഴിയിലൂടെ പോയാലും മെയിൻ റോഡിൽ പോയാലും അമ്പലത്തിൽ പോയാലും പട്ടിശല്യം കൊണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.